കോമഡി സൂപ്പർ നൈറ്റ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം ശ്രീ സുരാജ് വെഞ്ഞാറമൂട്. ഷോ തുടങ്ങിയില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് മൈക്കല്ലൊക്കെ ഇവിടെ എന്താ സംഭവം തുടങ്ങി. അല്ല ഞാൻ വിളിച്ചു, കേട്ടില്ലേ? എങ്ങനെ വിളിച്ചത്? എപ്പോ പറഞ്ഞു നമുക്ക് സ്വാഗതം ചെയ്യാം? അല്ല, മറ്റേ രീതിയിൽ വിളിക്കാത്തത് എങ്ങനെ? ഒന്നുമില്ല, ഞാൻ വലിയ ഈ ഭയങ്കര അറിയപ്പെടുന്ന കൊമേഡിയനാണ്, കോമഡിയുടെ രാജകുമാരനാണ്, പിന്നെ കോമഡി കിങ് ആണ്. ഇതൊക്കെ എല്ലാ എപ്പിസോഡിലും പറയുന്നല്ല, ഈ എപ്പിസോഡ് ഇങ്ങനെ മതി ചേട്ടാ. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇത്രയും നല്ല ബൂസ്റ്റിങ്ങോട് കൂടി വിളിക്കണം, ഇല്ലെങ്കിൽ എന്ത് വിചാരിക്കും പ്രേക്ഷകരോ? അല്ല, ഞാൻ എന്ത് വിചാരിക്കും? അപ്പൊ അത് കുറച്ച് നന്നായിട്ട് വിളിക്കും. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല, ഞാൻ എന്തായാലും ഓൾറെഡി ഒന്ന് വിളിച്ചു. ഓഡിയൻസ് ആണെങ്കിൽ നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോ ചേട്ടൻ ഒരു കോമഡി പറഞ്ഞാൽ മതി. ഇനി ഞാൻ കോമഡി പറയാൻ, അത് എന്നെ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കോമഡി പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും എന്നെ ഒരു സാധാരണ രീതിയിലല്ലേ വിളിച്ചത്, അപ്പൊ അതുകൊണ്ട് സാധാരണയായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ അവിടെ ചെന്നിരിക്കാൻ പോകും. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ദിവസവും നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വിളിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ഇനി ഇങ്ങനെ എനിക്ക് ഒരിക്കൽ കൂടെ വിളിക്കാൻ പറ്റില്ല. ചേട്ടൻ കോമഡി പറയില്ല എന്നാണെങ്കിൽ ഞാൻ കോമഡി പറയും. ഈ പറഞ്ഞതാണ് നല്ലൊരു കോമഡി. ഹലോ, എന്നെ എങ്ങനെ കൊച്ചാക്കി കാണുമൊന്നും വേണ്ട. എല്ലാ ദിവസവും ചേട്ടൻ കോമഡി പറയുന്നോണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. അപ്പൊ അത്രയും വലിയ കോമഡി പറയാനായിട്ട് റെഡി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ അശ്വതി എന്നെ ഹാൻഡിൽ ചെയ്തോ, ഞാൻ ദേ അവിടെ ചെന്നിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് അറിയണമല്ലോ. സീരിയസ് ആയിട്ട് ചലഞ്ച് ഈ എപ്പിസോഡ് ഫുൾ ആയിട്ട് റെഡി. ക്ഷമിക്കണം ഡയറക്ടറും ഇതിന്റെ പ്രൊഡ്യൂസർ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇല്ല, ഇതൊന്ന് കൊണ്ടുപോയി നോക്ക്. അല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം. അവിടെ ഇരിക്കാം. ഇല്ല, ഞാൻ അവിടെ ഇരിക്കാം. ഇല്ല, ഇവിടെ ഇരിക്കും. ഇല്ലേ, അവർ കൊണ്ടുപോകും. ഒന്ന് അറിയണമല്ലോ. ഇല്ല, അവിടെ നിന്ന് ഫുൾ എപ്പിസോഡ് ഇന്ന് കിടിലാക്കിയിട്ടേ പോകാവൂ. മാപ്പൊന്നും പറയണ്ട, അവിടെ നിന്ന് ചെയ്താൽ മതി. ഇല്ല, ഇനി ബൂസ്റ്റ് ഒന്നും വേണ്ട, ഇനി ചവരപ്രാശം പറ്റി ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. കാണിച്ചു തരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും കണ്ടല്ലോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങനെ ഈ ഇടവഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരു കശ്മലൻ അവിടെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സക്സസ്ഫുൾ ആയിട്ട് മുമ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. SMS ആയിട്ട് വേണ്ട, ക്ലാപ്പ് ചെയ്താൽ മതി. ഇല്ല, അവരാരും ക്ലാപ്പ് ചെയ്യില്ല. ക്ലാപ്പ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. ഇവിടെ നമുക്കൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം വിധു പ്രതാപ്. സുഖമാണേ നിലാവ്, എന്തു സുഖമാണേ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണേ സന്ധ്യ. കണ്ടോ നീ പോയില്ലേടേ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പോവില്ല. ഇന്നലെ നിങ്ങളെ കുറിച്ചൊരു കഥ പറയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്? ഗുഡ് നൈറ്റ് പറഞ്ഞ് എന്നെ അയച്ച ആളാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഇന്ന് സുരാജേട്ടനെ കുറിച്ചൊരു കഥ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നീ പകപോക്കിയാണല്ലടാ. അതെ, പകപോക്കാണ്. അത് വിധു മാത്രല്ല, ഞാനും കൂടി ചേർന്നിട്ടുള്ള ഒരു പക വീട്ടിലായിരിക്കും. അപ്പൊ സുരാജേട്ടൻ ഒരുങ്ങിയിരുന്നു. വിധു പറയട്ടെ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, അതെ, ഈ കളിക്ക് ഞാൻ ഇല്ല. ഒരു കാര്യം ചെയ്യ്, അശ്വതിയല്ല അവിടെ ആങ്കറായിട്ട് ഇപ്പൊ നിൽക്കുന്നത്, അതുകൊണ്ട് അശ്വതിയെ കുറിച്ചുള്ള കഥ പറയും. അല്ല, ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള സംഭവം? എന്താണ് സംഭവം? പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വിഷയമായിരുന്നു. സുരാജേട്ടൻ അതിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് വലിയ സംഭവമാക്കി ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ പോയിട്ടിരിക്കുകയാണ്. ഫുള്ള് കാര്യങ്ങളും തന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്താണ് സുരാജ്? വേറൊന്നും അല്ല വിധു, ശരിക്കും ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാ സൗരഭ്യം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇത്രയും നാളായി കോമഡി ഷോയിൽ എന്നോടൊപ്പം ഇങ്ങനെ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കോമഡി ഇന്ന് ഫുൾ ചിരിപ്പിക്കാന്ന് ഏറ്റെടുത്ത ആളാ. ചിരിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അബലകളായ സ്ത്രീകൾ എനിക്ക് എന്നും എപ്പോഴും ഒരു വീക്ക്നെസ് ആണ്. എന്റെ അറിവിൽ അബലകൾ മാത്രമല്ല വിധുവിന്റെ വീക്ക്നെസ്. എല്ലാ സ്ത്രീകളും അത്ര അബലകളൊന്നും അല്ല. പിന്നെന്താ, തബലകളാണ്. സുരാജേട്ടാ, വിധുവിന്റെ കൂട്ടുപിടിച്ച് ഇന്നതാ ഈ നിമിഷം ഇപ്പൊ തൊട്ട് ഞാൻ സുരാജേട്ടനെതിരെ പരസ്യമായിട്ട് പബ്ലിക് ആയിട്ട് ഒരു അംഗം കുറിക്കുകയാണ്.
അപ്പോ നിങ്ങളുടെ ഈ വാശിയേറിയ യുദ്ധത്തിന് പറ്റിയ ഒരു പാട്ട് ഒരു 4 വരി അങ്ങ് പാടിക്കോട്ടെ ഞാൻ. സുരാജ് ചേട്ടാ പാടട്ടെ. അങ്ങോട്ട് ചോദിക്കണ്ട, ഇന്ന് ഫുള്ള് ഡിസിഷൻ എന്റെ ആണ്. അയ്യോ അപ്പൊ പാടാല്ലേ? 3-4 പാടിക്കോ. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണ്ണത്തിന് കാവലല്ലോ ജോലി. കുറുമ്പ് വന്നാൽ കറുമ്പനലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. മഠയന്റെ മകളെ ഓടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉരിയാടരുതേ. പുല്ലു തിന്നു പല്ലു പോയൊരു പുലിയാണു നീ തിന്തക തിന്തക. അട്ടയ്ക്കടി പൊട്ടക്കുളം, ആനയ്ക്കടി നെറ്റിപ്പട്ടം, ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. അട്ടയ്ക്കടി പൊട്ടക്കുളം, ആനയ്ക്കടി നെറ്റിപ്പട്ടം, ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. പാട്ട് അടിപൊളിയായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് എന്തോന്ന് ഡാൻസ് അശ്വതി? പെറ്റതള്ള സൈക്കിളില്ല, സത്യമാണ്. കൊള്ളായിരുന്നു, നന്നായിരുന്നു. അശ്വതി, എന്തോ ഞാനിപ്പോ കോമഡി സൂപ്പർ നൈറ്റിലെ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറിയിരിക്കുകയാണല്ലോ. അപ്പോ എന്നൊരു അതിഥിയായിട്ട് ഞാൻ തന്നെ കണക്കാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇന്ന് ഞാനല്ലാതെ വേറെ ആരാണ് അതിഥിയായിട്ടുള്ളത്? അത് പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. അതായത് ചെറുതായിട്ട് പറയാൻ പറ്റൂ? ഞാൻ കുറച്ച് എലാബറേറ്റ് ആയിട്ടേ പറയാം. എന്റെ ഡിസിഷൻ ആണ്, അറിയാലോ. അതായത് ലോകത്തിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറെ അറിയാത്ത 2 വ്യക്തികളേ ഉള്ളൂ. അതിലൊരാള് മരിയ ഷറപ്പോവയാണ്. മരിയ ഷറപ്പോവയുടെ കാര്യമൊക്കെ നമുക്കറിയാലോ. അവരത് പറഞ്ഞതിന് ശേഷം നമ്മുടെ മലയാളികൾ FB പേജിൽ ഇങ്ങനെ കീറി ഒട്ടിച്ച് പൊങ്കാലയിട്ട ചരിത്രമാണുള്ളത്. രണ്ടാമതൊരാള് കൂടിയുണ്ട്. എന്റെ ഊഹം തെറ്റാണോ എന്നറിയില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ 1983 എന്ന സിനിമയിൽ അഭിനയിച്ച സുശീല. നമസ്കാരം. നമസ്കാരം. മേക്കപ്പ് സ്വപ്നം കൂടി പോയോ? ചേട്ടന് ഫാഷൻ ഇഷ്ടമല്ല അല്ലേ? സത്യം പറഞ്ഞാൽ 1983 എന്നുള്ള മൂവിയെ കുറിച്ചും അല്ലെങ്കിൽ സുശീലയെ കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഡയലോഗാണ് ചേട്ടന് ഫാഷൻ ഇഷ്ടമല്ലേ എന്നുള്ള ആ ഒരു ഡയലോഗ്. അതെ, 1983 വേറെയും ഡയലോഗുകളുണ്ട് കിടിലം. ചേട്ടൻ അവിടെ നിന്ന് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ചേട്ടൻ ഒന്നും വോയിസ് ഇല്ല കേട്ടോ. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങളിങ്ങനെ ശണ്ട കൂടാതെ നമുക്ക് ശൃന്ധയോടെ സംസാരിച്ചോളൂ. അപ്പോ പേഴ്സണലി എനിക്ക് തോന്നുന്നു, എനിക്ക് മാത്രമല്ല വേറെ എല്ലാവർക്കും, മിക്കവർക്കും, സിനിമ കണ്ട എല്ലാവർക്കും ശൃന്ധയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് 1983 തോന്നുന്നത്, അല്ലെങ്കിൽ ക്യാച്ചി ആയിട്ടുള്ളൊരു പെർഫോമൻസും തോന്നുന്നത് 1983 ആദ്യ രാത്രിയിൽ ആ പേര് പറയുന്നൊരു സംഭവമുണ്ട്, സു വെച്ചിട്ട്. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. ഞാൻ പറയണോ പ്രേക്ഷകർക്ക് ഉള്ള ഇഷ്ടവും കൂടി കളയണം? ശൃന്ധയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അത്രയും നന്നായിട്ടാണ് ശൃന്ധ അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്, ആ ഒരു ഇന്നസെൻസും എല്ലാം വെച്ചിട്ട്. അതുകൊണ്ട് അത് എന്തായിരുന്നാലും എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ട്. എനിക്ക് ഇപ്പൊ എങ്ങനെ എത്രത്തോളം നന്നാവുന്ന അറിയില്ല, കാരണം അത് നമ്മള് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഉണ്ടാവുന്ന ആംബിയൻസ് പറയണം. 2 ദിവസം എടുത്തിട്ടാണ് ആദ്യ രാത്രി ഷൂട്ട് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. 1 ദിവസം ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഒന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് ആ സീനിലെ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നിവിൻ വെറുതെ ചിരിക്കുമായിരുന്നു.
അത് കാരണം അത് മാത്രം കുറെ റീടേക്ക് പോയിട്ടുണ്ട്. നിവിന് ചിരി വരും ഞാൻ അങ്ങനെ പറയുമ്പോ. ഞാൻ സൂത്രം പറയാന്ന് പറയുമ്പോ നിവിൻ അത് ഭയങ്കരമായിട്ട് ചിരിക്കും. പക്ഷെ അത് നിവിന്റെ കുറ്റം ആർക്കാണെങ്കിലും ചിരി വരും കേട്ടോ. നമ്മളെ ഒരുപാട് ചിരിച്ചൊരു സീനാണ് അത്. അപ്പൊ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയണോ? പറയൂ. പറയണം. അതിന് ഞങ്ങളെല്ലാം സുവല്ലേ? സുവോ? ഞാൻ സുശീല, ചേട്ടൻ സുഗുണൻ, അനിയന്റെ പേര് മാത്രം ഇച്ചിരി ഫാഷൻ പേരാ, സുമേഷ്. അത് തകർത്തു. അത് കലക്കി. വെറുതെ പറയുന്നല്ലോ, മോസ്തുതി പറയുന്നല്ല. അത് എനിക്കൊന്ന് ശ്രദ്ധിക്കും അത്രയും അത്രയല്ല ഇന്നസെന്റ് ആയിട്ട് അത് പറഞ്ഞത്. വേറൊരു കാര്യം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പൊതുവെ ഒരുപാട് ഇമേജ് കോൺഷ്യസ് ആയിട്ടല്ലാതെ വേഷങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് ശൃന്ദ. അതുകൊണ്ട് തന്നെയാണ് ശൃന്ദ എന്ന് പറയുന്ന നടിയെ മുൻനിര നായികമാരിൽ നിന്ന് ഒന്ന് വ്യത്യസ്തയാക്കുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധേയാക്കുന്നത്. ഇത്ര പറയണ്ടായിരുന്നോ? കുറച്ച് ബൂസ്റ്റ് ചെയ്തതാ. അല്ല, കാര്യമായിട്ട് പറഞ്ഞ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശൃന്ദ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അത് എന്താണ് ഉദ്ദേശിച്ചത്? ഇമേജ് നോക്കാതെ ക്യാരക്ടേഴ്സ് എടുക്കുന്ന ഒരു നടിയാണ് ശൃന്ദ എന്നാണ് അശ്വതി പറഞ്ഞത്. കവി അതാണ് ഉദ്ദേശിച്ചത്. ആണോ? ഓക്കെ, കവി അതാണല്ലോ ഉദ്ദേശിച്ചത്. വേറെ ഒന്നുമല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇമേജ് നോക്കുന്നതല്ല, ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ആണ് എല്ലാവരും ചെയ്യണ്ടാവുക. ഞാനും എനിക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതിൽ ഇമേജ് കൺസേൺ ആയിട്ടൊന്നും അല്ല. ചൂസ് ചെയ്യില്ല. നമുക്ക് സ്നേഹം തോന്നുന്ന, നമുക്ക് ചെയ്യാൻ തോന്നുന്നൊരു ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യണ്ടാവുക. അതേപോലെ ഞാനും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്കൊന്ന് ശൃന്ദയുടെ ഇതുവരെയുള്ള എനിക്കൊന്ന് കരിയറിൽ ശൃന്ദയുടെ ചോയ്സ് എല്ലാം ഭയങ്കര കറക്റ്റ് ആയിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മുമ്പോട്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ശൃന്ദ, ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ ഇനി കുറച്ച് ചിരി കാഴ്ചകളൊക്കെ അരങ്ങേറാൻ പോവുകയാണ്. പതിവായിട്ട് ഇതിങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ ചിലരൊക്കെ ഇല്ലെങ്കിലും അത് അതേപോലെ തന്നെ എന്റെ നേതൃത്വത്തിൽ നല്ല കൃത്യമായിട്ട് നടക്കും. ദൈവമേ, ഇതൊക്കെ ചിരിച്ചാ മതിയായിരുന്നു. അപ്പൊ അവിടെയാണ് പോയി ഇരിക്കേണ്ടത്, മനസ്സിലായല്ലോ? സുരാജേട്ടന്റെ തൊട്ടിപ്പുറം കുറച്ച് കയ്യകളത്തില് ഇരുന്നാ മതി. ശരി, പിന്നെ അങ്ങോട്ട്. നമസ്കാരം. ഹലോ ചേട്ടൻ, ഞങ്ങളോട് മിണ്ടണ്ട. അതെന്താ? അശ്വതി പറഞ്ഞു മിണ്ടണ്ടെന്ന്, അതാണ് ഞങ്ങൾ മിണ്ടുന്നില്ല. അശ്വതി ഇനി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം നിർത്തുമോ ശൃന്ദ? അതെ, അശ്വതി ഒന്നുമല്ല, ശരിക്കും ഞാൻ തന്നെയാണ് ഇതെല്ലാം നോക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് അവൾ പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ഡോസ് അടിച്ചതായത്. അല്ലല്ല, അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരിടാ, ഇതൊക്കെ ആരോട് പറയാം? ഇവിടെ ചിലർ പറയുന്നുണ്ടായിരുന്നു ശൃന്ദയ്ക്ക് സച്ചിനെ അറിയില്ല, ശൃന്ദയ്ക്ക് ക്രിക്കറ്റ് അറിയില്ല, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ഇങ്ങനെ കുറച്ച് അപവാദങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ ശൃന്ദ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ശൃന്ദയെ കുറച്ചും കൂടെ കാര്യമായിട്ട് ക്രിക്കറ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സുരാജേട്ടൻ കുറച്ച് പിണങ്ങി മാറിയിരിക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ കുറവൊന്നും വരുത്തിയിട്ടില്ല. ഒരു ഗസ്റ്റ് വന്നാൽ ട്രീറ്റ് ചെയ്യേണ്ട പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഒരാളെ വിളിക്കാൻ പോവാണ്. അദ്ദേഹം ഒരു അനുഗ്രഹീത കലാകാരനാണ്. ആളുടെ പേരാണ് നിഷാദ് പൂച്ചാക്കൽ. അദ്ദേഹത്തിന്റെ പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അദ്ദേഹം ഒരു അനുഗ്രഹീത കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മളെ പോലെ അദ്ദേഹത്തിന് സംസാരിക്കാനോ കേൾക്കാനോ കഴിവില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യടികളാണ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. കയ്യടി കേൾക്കാനല്ല, കാണാൻ കൂടി വേണ്ടിയിട്ടാണ്. ആദ്യം അദ്ദേഹം അനുകരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം, ശൃന്ദയുടെയും സ്വന്തം സച്ചിൻ ടെണ്ടുൽക്കർ. Sachin Tendulkar gets a standing ovation as he arrives at the crease. It could be for the last time in a test match at England. Got him in the first innings, sweeping. No city point for Sachin Tendulkar. Outside edge. This is going to be a battle. Tendulkar's there, 35 not out. Sachin Tendulkar has seen all this. Great viewing this. Many times around the world. It's not shot. അടുത്ത താരം വേണം. സച്ചിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അടുത്ത വരുന്ന ഒരു പേരെന്ന് പറയുന്നത് ഗാംഗുലി തന്നെയാണ്. The start just getting better and better from an Indian point of view. Sourav Ganguly playing an absolute sensational push-up. It's clear on those Indian spectators by a mile.
to be won. That is a huge hit. He's hit that a long, long way. Into the grass embankment for 6. Fine blow from Sourav Ganguly. Hit down the ground. He does hit the ball hard. That might have gone all the way. നമ്മുടെ മുൻ ക്യാപ്റ്റൻ അസ്രുദ്ദീൻ ആയാലോ? There it is. A thoroughly deserved century for Mohammad Azharuddin. He'll go to 102 with the 3 runs there off Fraser. That is a magnificent innings. He's had some criticism in the last few months, and that's what he should do. Take his anger out on the bowlers. Imran Khan, the bowler. ഇനി ആരെയാ വേണ്ടത്? നമുക്ക് അസ്രുദ്ദീൻ കഴിഞ്ഞ് അടുത്തത് ദ്രാവിഡ് ആയാലോ? യെസ്, രാഹുൽ ദ്രാവിഡ്. Yes, it's a good time for Rahul Dravid to be batting. Plenty of overs left. India have lost 3 early wickets. It's a kind of situation that will suit his style of play. And India need one man to bat through this innings. They need a partnership desperately. Just that little bit of hesitation. Rahul Dravid didn't respond quickly. Mohammad Kaif, originally he was the man going for danger end. അടുത്തത് നമ്മള് ഇനി കാണാൻ പോകുന്നത് യുവരാജ് സിംഗിനെയാണ്. A few words exchanged between Yuvraj and Flintoff. I wouldn't bother Yuvraj if I was you. Well, 111 the longest. And this might just go the distance. I think those few words with Flintoff just charged him up a bit. Misbah-ul-Haq, 111 metres. He's in danger here. He's got a wide range of shots. What's he going to do? 6 more! Just a flick of the wrist. റോബിൻ ഉത്തമ ആയാലോ? Just a little bit of width. That's all it needs when you've got quality batsmen at the other end. And it brings the 50 up for India in the 16th over. Now this is well played. Right on top of the bounds. He's played it late. In many ways, used the pace of the bowler. That's a lovely shot. ഇനിയിപ്പോ ഒരാളെ കൂടെയാണ് നമുക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക. അത് നമ്മുടെ ടീം ഇന്ത്യയുടെ സ്വന്തം ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ധോണിയുടെ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് തന്നെ ആയിക്കോട്ടെ. It's an Indian captain who's been absolutely magnificent in the night of the final. Well, he's demolished it. He really has. 91 from 79 deliveries. MS Dhoni, 8 fours, 2 sixes. Look at the scenes here. Great joy at the Wankhede. Great joy, you would say, all over India. They've been magnificent. This has been a super game of cricket. He's not got his eye in yet. ഇനി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മലയാള സിനിമാ താരങ്ങള് ചിലരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കളിച്ച് കാണാൻ ആഗ്രഹമുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില മുൻനിര നായകന്മാരൊക്കെ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും എന്നാണ് ഇനി നിഷാദ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യം എത്തുന്നു നമ്മുടെ സ്വന്തം മമ്മൂക്ക. അപ്പൊ ഇനി ഊഹിക്കാവുന്നതുള്ള അടുത്തത് ആരായിരിക്കും? ലാലേട്ടൻ.
കുറച്ചൊന്ന് പിന്നിലേക്ക് പോവാം. നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെയാണ് ഇനി നമ്മൾ ക്രിക്കറ്റ് ബാറ്റുമായിട്ട് കാണാൻ പോകുന്നത്. ജയനായാലോ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനാണ്. നിഷാദിന് നല്ലൊരു കയ്യടി. എനിക്ക് തോന്നുന്നു നമ്മളത് ഇരുന്നോണ്ട് മാത്രം കൈയടിച്ചാൽ പോരാ, നിഷാദിനെ കുറച്ചും കൂടി ഫീൽ ചെയ്യണ്ടേ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം എല്ലാവരും. നിഷാദ് പൂച്ചാക്കൽ, ഗ്രേറ്റ്, എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. സത്യം ഞാൻ പറയാം കേട്ടോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രകടനം മിമിക്രി വേദിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനിതാ തല കുമ്പിടുന്നു. സൂപ്പർ. ഹലോ പഠിച്ചോനെ, തുള്ളിക്കളിച്ച് നമ്മളെ ശരീരത്തിന്റെ പുറ്റം വരെ ഇളകിപ്പോയി. സത്യം പറഞ്ഞാല് പുറ്റടോ. അല്ല, ഇതിപ്പോ എന്ത് കാര്യത്തിനാണ് ഇപ്പൊ ഈ ആഘോഷ പ്രകടനം ഇവിടെ പോയത്? ആരറിയോ? കുറച്ചാൾക്കാർ തുള്ളിക്കളിക്കുന്ന ബേന്റൊക്കെ മുട്ടുന്ന് അതിന്റെ വേക്കിൽ നമ്മൾ തുള്ളിക്കളിച്ചാട്ട് പോകുന്നല്ലാണ്ട് കുണ്ടന്മാരോട് കളിച്ചൂടാട്ടോ മക്കളോ. കുടുങ്ങിപ്പോയി. എന്തായാലും പേപ്പർ തുറന്നൂടാ. അതിന് താക്കോൽ പൂട്ടുണ്ടോ? അതല്ലടോ, പേപ്പറിൽ അമ്മായിരുത്ത വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്. ഈ നോക്ക്, അവിടെ അപകടം ഇവിടെ അപകടം എന്ന് പറഞ്ഞ എന്തൊക്കെ വാർത്ത ചെയ്താ. ഇന്ന് തന്നെ കണ്ടില്ലേ, ഒരു കാർ തല കുത്തനെ കിടക്കണ. എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടാവുന്നു ദൈവത്തിനറിയാം. എന്റെ പൊന്നു കോഴിക്കുട്ടി, ഇങ്ങനെ കണ്ണരെടുത്ത് കണ്ണുമലൊന്ന് വെക്ക്. കോഴിക്കുട്ടി അല്ലടോ, ചോയ്ക്കുട്ടി. അതന്നെ ചോയ്ക്കുട്ടി ഞാൻ വിളിച്ചേ. ആ കണ്ണരെടുത്ത് വെക്ക്. എന്താണ്? എന്നിട്ട് ഒന്ന് നോക്ക്. എടാ, കാറിന്റെ പരസ്യം പത്രം തല തിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ കാറ് തല തിരിഞ്ഞാ കിടക്കുക. ശരി, ഇത് തല കുത്തനെയാണല്ലേ? ഒരു വാർത്ത വായിക്കട്ടെ. ഈ ചിരിക്കരുത്. എന്ത് വാർത്ത? ചിരിക്കോ? ചിരിപ്പിക്കാനുള്ള വാർത്ത വരുന്നുണ്ടപ്പോ. ഈ ചിരിക്കോ? വായിക്കി കേക്കട്ടെ. കേരളത്തിലെ SSLC ഫലപ്രഖ്യാപനം 100% വിജയം. അല്ലോ, ഞമ്മക്ക് മട്ട് ഇപ്പൊ ടമാറ്റ തുടങ്ങിയില്ലേ പത്രത്തില്?
അത് മാത്രല്ല നമ്മളവിടുത്തെ കിണാശ്ശേരി സ്കൂളുണ്ടല്ലോ, എന്റെ വീടിന്റെ അടുത്തുള്ള കിണാശ്ശേരി സ്കൂളില് ആകെ പരീക്ഷ ചെയ്തത് 50 കുട്ടികൾ. 50 കുട്ടികൾ പാസ്സായത് 50 കുട്ടികൾ. വിജയ ശതമാനം 100 എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പുള്ളി തട്ടിപ്പാന്ന്. 50 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ 50% വിജയം ഉണ്ടാകും. 100% വിജയം ഉണ്ടാകണമെങ്കിൽ 100 കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുണ്ട്. ഒക്കെ പോട്ടെ, പഴയ കാലം ഓർമ്മ ഉണ്ടാക്ക്. പഴയ കാലം ആർക്കെങ്കിലും മറക്കാൻ പറ്റും? എന്റെ കോഴിക്കുട്ടിയെ, കോഴിക്കുട്ടിന്റെ ടൈറ്റ് പേര് വിളിക്കലോടോ. ആ ചോയ്ക്കുട്ടീനെ ഞാൻ വിളിച്ചെങ്കിൽ അങ്ങനെ കരുതിയാ മതി. അല്ല, ഇമ്പോഴൊക്കെ 10ാം ക്ലാസ് എഴുതി ആ കാലഘട്ടമാണ് 10ാം ക്ലാസ്. ഇപ്പോഴൊക്കെ എന്ത് 10ാം ക്ലാസ് ഇടോ? പണ്ടത്തെ 10ാം ക്ലാസ് അല്ലേ എന്നത്തെ MBBS. അല്ല, ഈ പണ്ട് സയൻസ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി ഓർമ്മ ഉണ്ടാക്കി. ഞാനത് എപ്പോഴും പറഞ്ഞ് ഇങ്ങനെ ചിരിക്കല്ലേ എന്റെ പരിപാടി. ഈ സയൻസിൽ ഒരു ചോദ്യം, മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയും. എന്താ ഇത്? ആ പുള്ളി വിറ്റ അത് നമ്മളിപ്പോൾ മറക്കൂല. അങ്ങനെ ഒരു ചോദ്യം വന്ന് മുട്ടയിടാത്ത പ്രസവിക്കാത്ത ജീവി ഇതാണ്. നമ്മൾ എഴുതി എന്താണെന്നറിയോ? നമ്മൾ ഉമ്മാന്റെ അനിയത്തിന്ന് ഓരോ കല്യാണം കഴിച്ച് പ്രസവിച്ചിട്ടില്ല, മുട്ട ഇട്ടിട്ടില്ല. എനിക്ക് തോന്നി അതാ നല്ലതെന്ന് അങ്ങനെ ഒരൊറ്റ എഴുതാത്ത എഴുതി. ഇങ്ങനെ ഓരോ മണ്ടത്തിൽ എഴുതിയിരിക്കണ നേരം കൊണ്ട് കോപ്പി അടിച്ചാണ്ട് എഴുതാൻ നോക്കണോ. എന്നാ പിന്നെ അന്ന് പരീക്ഷ പാസ്സായി. ആണോ? ഇനി ഭയങ്കര കോപ്പിയടി വീരനായിരുന്നല്ലോ സ്കൂളിൽ. എന്നിട്ട് ഇനി 8 നിലയിലാണല്ലോ പൊത്തിയ 10ാം ക്ലാസ്. അല്ല, ഞാനിത് കോപ്പിയടി അന്നും വീരനാണ് ഇന്നും വീരനാണ്. വേറൊരു സംഭവം ഞങ്ങക്ക്, ഞാൻ ഈ കോപ്പി അടിക്കാൻ വേണ്ടിട്ട് ഒരു 500 തുണ്ട് പേപ്പർ ആയിട്ടാണ് പോവുക. ഇതൊന്നായിട്ട് ട്രൗസറിന്റെ പല ഭാഗത്തായിട്ട് ഞാൻ ഒളിപ്പിച്ചു വെക്കും. അര നിറച്ചും കോപ്പിയാ. അങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിട്ട് ഇതിന്റെ ഉത്തരം എവിടെയുള്ളതെന്ന് തെരഞ്ഞ് 2 മണിക്കൂറാണ്ട് പോയി. 2 മണിക്കൂറായിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ആ പരീക്ഷയിൽ തോറ്റു. ഉത്തരം എഴുതിയില്ല. ഞാൻ എന്താക്കി കാലി പേപ്പർ ആണ്ട് കൊണ്ടു കൊടുത്തു. മാഷിനോട് വെച്ചത് എന്തേ ഒന്നും എഴുതാന്ന്. ഞാൻ പറഞ്ഞു പെന്നിലെ മഷി ഇരുന്നു ഉള്ളി വിറ്റ പണ്ടേ. അല്ല, എന്തായാലും ചെയ്ത ഭയങ്കര മോശമായി പോയി. എന്ത് മോശോ? നമ്മള് പഠിച്ചിറങ്ങിയ സ്കൂളല്ലോടെ, മറ്റേ കളത്തിപ്പറമ്പിൽ ഹയർ സെക്കൻഡറി സ്കൂള്. ഈ അവിടെ പോയിട്ട് ഇന്നാളെന്തേ അവിടെ മാസ്റ്റർ എന്താ തല്ലാൻ പോയിന്നോ, കണക്ക് മാഷ് എന്താ തല്ലാൻ പോയിന്ന് പറഞ്ഞു. കണാരൻ മാഷ്. അയാളെ തല്ലിയാ പോരാ, അയാളെ തല്ലി കൊല്ലണോ? എന്റെ മൂത്ത മോളെ റംലത്തിന്റെ മോണ്ടല്ലോ, മറ്റേ ഒളിച്ചോടി പോയ ഓള്, ചെറിയ ചെക്ക ഓളെ മൂക്കൊലിപ്പിച്ച് നടക്കണ ആ ചെക്ക. ഇപ്പൊ ജലദോഷമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ചെക്കനുണ്ടല്ലോ ഈ സ്കൂള് 10 മത്തി വീട്ടിൽ വാങ്ങിയിട്ട് 5 എണ്ണം ഞാളെ പൊറിച്ച് വീട്ടിൽ വെച്ച് 5 എണ്ണം ചെക്കന് പിന്നെ സ്കൂൾ കൊണ്ടുപോയിട്ട് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊടുത്ത്. അങ്ങനെ ഉച്ചക്ക് ചെക്ക ചോറ് തിന്നാ മീനൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നേരം കണക്കിന്റെ മാശാല വരുന്നത് മൂപ്പർക്ക് മത്തി കണ്ടേരം കണക്ക് പഠിപ്പിക്കണം നിർബന്ധം. കണ്ടപ്പോ ഒരു ഭൂതി. അങ്ങനെ ചെക്കനോട് നമ്മളെ മാഷി ചോദിച്ച് ഇങ്ങനെ മത്തിന്റെ അടുത്ത് വന്നിട്ട് 3 മത്തി മാഷ് എടുത്ത് തിന്ന് ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചു ചെക്കനോട്. അപ്പൊ ചെക്കൻ പറഞ്ഞു 0. അതെങ്ങനെയാണോ? 5 മത്തിന്ന് 3 എണ്ണം പോയി കഴിഞ്ഞാല് ബാക്കി 2 എണ്ണം ഉണ്ടാവില്ലേ? പക്ഷെ അനക്ക് വിവരല്ല. പക്ഷെ നമ്മളെ മോനും വിവരമുണ്ട്. എന്താണ്? ഈ 3 എണ്ണം മാച്ച് തിന്നല്ലോ, ഇനി ബാക്കി എത്രന്ന് വെച്ച് 2 എന്ന് പറഞ്ഞാൽ ഔടി മാച്ച് മായി തിന്നല്ലേ. ചെക്കന് ചോറുന്നുണ്ട് ഉച്ചക്ക്. ഇങ്ങക്കാർക്ക് മനസ്സിലാക്കിയ ചെക്കന് വിവരമുണ്ട്. കള്ളത്തരം പറഞ്ഞാണ്. അല്ല, കള്ളത്തരം പറയുന്ന കാര്യത്തിൽ എന്റെ കുടുംബക്കാര് പണ്ടേ വലിയ പേര് കേട്ട ആൾക്കാരാണല്ലോ. കേട്ടോ, ഇനി എത്ര മോശം എന്നല്ല. ഇനി അതോ മാസ്റ്ററോട് കച്ചറ കൂടിന്ന് നമ്മൾ അറിയാം സ്കൂളിൽ പോയിട്ട്. ചരിത്രത്തിന്റെ മാസ്റ്ററോട് അതേ മാസ്റ്ററോട് ചരിത്രത്തിന്റെ മാസ്റ്ററോട് ഞാൻ കച്ചറുണ്ടാക്കിയത് ന്യായമായ ഒരു കാര്യത്തിലാണ്. എന്ത് ന്യായമായ കാര്യം? എന്റെ മൂത്ത സുരേന്ദ്രൻ നമുക്ക് പരിചയമില്ലേ? സുരേന്ദ്രൻ പറഞ്ഞ എത്രാമത്തെ? എടോ, ഓന് മാതൃക അധ്യാപകനുള്ള പ്രസിഡന്റിന്റെ സംസ്ഥാന അവാർഡ് വാങ്ങി എന്റെ മോൻ സുരേന്ദ്രൻ. ഓന്റെ അമ്മേന്റെ അനിയത്തിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന സുരേന്ദ്രൻ. ആ മാന്യനായ ഓന്റെ ഇളയ മോൻ ഗോപിക്കുട്ടനോട് ഹിസ്റ്ററിന്റെ മാസ്റ്റർ ഒരു ചോദ്യം. എന്ത്? വാസ്കോഡ ഗാമ കാല് കുത്തിയത് എവിടെയാണ്? അപ്പോ എന്റെ അറിഞ്ഞേ? ഓൻ പറഞ്ഞു പൂയി മണല്ലേന്ന്. അത് തന്നെ കേട്ടറിഞ്ഞൂടാ, ഉള്ളു നുണയാന്ന്. ആ വിശ്വസിക്കാൻ പറ്റോ? സത്യത്തിൽ വാസ്കോഡ കാല് കുത്തി എവിടെയാണെന്നറിയോ? എവിടെയാ? കാപ്പാട് ബീച്ചിലാ, കോഴിക്കോട് ബീച്ചിൽ. പിന്നെ പൂയി മണലല്ലാണ്ട് ടൈൽസ് ആണ്ട ഉണ്ടാവുക. അങ്ങോട്ട് ഇളകല്ലേ? ഇതിപ്പോ അത്ര വലിയ കണക്കായി പോയല്ലോ. കണക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയൊരു സംഭവമാണ്. നമ്മളെ കയ്യിൽ എത്ര വിരലുണ്ട്? നമ്മളെ കയ്യില് നമ്മളിന്നല്ല, നമ്മളെ മനുഷ്യന്മാരെ കൈന്റെ വിരലിനൊക്കെ 10 വിരലുണ്ടാവുക. 10 അല്ലേ? അതെ. ഞാനൊന്ന് എണ്ണിത്തരാം. 11 വിരലുണ്ട്. അത് അണക്കായിരിക്കും. ഇതാ നോക്കിക്കോ. 10, 9, 8, 7, 6, 6, 5, 11. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125
ഇതെങ്ങനെ എന്താ സംഭവം എന്താണ്? ഇഞ്ഞാകെ തല തിരിഞ്ഞോൻ എന്റെ കയ്യും തല തിരിഞ്ഞെടുക്കുക. ആണോ? ഇതാ നോക്കിക്കോളി. ഇതാ 10, 9, 8, 7, 6, 6, 4, 10 ഒന്നും പാഞ്ഞു. അല്ല, ഇന്നലെ നമ്മള് കിടക്കാൻ നോക്കുന്ന 10 വിരലുണ്ടായിരുന്നു. ഇപ്പം പുതിയായിട്ട് ഏതാ മുളച്ചാ നമ്മക്ക് അറിഞ്ഞൂടെ? എന്റെ റബ്ബേ, ഓരോ പരികാരങ്ങള്. അല്ല, ചെലപ്പോ നമ്മള് പ്രായമായോണ്ട് നമ്മക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയതാണെങ്കിലോ നമുക്ക് ഓരോടൊന്നും ചോദിച്ചു നോക്കിയാലോ? അല്ല, ഇതിപ്പോ ആരോടൊപ്പം ചോദിക്കുക? എന്നാല് മോന്റെ പേരെന്താണ്? വിധു പ്രതാപ്. അല്ല, ഞങ്ങൾക്കൊരു സംശയം. ഇതിപ്പോ 11 വിരലുണ്ടോന്നൊരു സംശയമാണ്. ഒന്ന് നോക്കിയാല് 10, 9, 8, 7, 6, 5, 11. അപ്പൊ നമുക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അല്ല, മോളൊന്ന് 10, 9, 8, 7, 6, 5, 11. അതാ ഞാൻ പറഞ്ഞത്. സത്യം പറയാന്ന കലികാലം തന്നെ കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മള് കണക്കിൽ കൂട്ടിയിട്ട് ഇങ്ങനെ കിട്ടി. ഹിന്ദിയിലൊന്ന് കൂട്ടി നോക്കി. ഹിന്ദിയിലൊന്ന് നോക്കി നിങ്ങള്. 20 വിരലുണ്ടാവും. 20 ഉണ്ടാവും. ഹിന്ദി അത്ര അറിയില്ല, എല്ലാവർക്കും അറിയാതെ. മോനറിയാലോ? ഇല്ല. അറിയില്ലേ? ഇല്ല. ഞാൻ എന്താ ചെയ്യാ ദൈവം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഹിന്ദി? നിങ്ങളൊന്ന് എണ്ണി നോക്കി. ഹിന്ദിയില് വിരല് വെച്ച് എണ്ണി നോക്കി. 1, 2, 3, 4, 5, 5, 20 അല്ലേ? ഞാൻ പറഞ്ഞ 5, 20 അതിലൊരു തെറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കണ്ടില്ലേ? 5, 20 അതെന്താ ഒരു പൊടിയും കിട്ടാത്ത അതാണ്. ബസ്സിൽ വിതരണം ചെയ്യും പോലെ കണ്ണു കയ്യില്ലാത്ത. അല്ല, ബസ്സിൽ തണ്ടുന്ന ആൾക്കാർ ഇൻസൈഡ് ചെയ്തിട്ട് വരില്ലല്ലോ. ഓനെ താണടോ, ഞങ്ങള് കുറച്ച് വയസ്സന്മാരുണ്ട് വെച്ചിട്ട് അനക്ക് എന്താ മൊഞ്ചിന് പറ്റില്ലേ? എന്താണിത്? എല്ലാരും കിട്ടിയല്ലോ അല്ലേ? എല്ലാരും കിട്ടിയല്ലോ. സക്സസ് ട്യൂഷൻ. സംഭവം അത് പുതിയ സംഭവമാണ്. അതായത് ഞാനൊരു ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനാണ്. ഞാനൊരു 10-20 വർഷമായി ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാ സക്സസ് ട്യൂഷൻ സെന്റർ. എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ഇപ്പോ SLCക്ക് വേണ്ടി ഫെയിൽഡ് ബാച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആരംഭിച്ചത്. തോറ്റവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാരും ജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാനിപ്പോ എങ്ങോട്ട് പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. എന്താ ചെയ്യാ? അല്ല, നിങ്ങൾ SLC ജയിച്ചാ? SSLC ജയിച്ചതാണോ? അല്ല, പറഞ്ഞോ. തോറ്റാൽ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ തോറ്റ ആൾക്കാരുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെട്ടവായി നമുക്ക് പിന്നെ ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ അല്ലേ? SLC തോറ്റോൾക്ക് പ്രത്യേക വാച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ് ജയിച്ചവർക്ക് ഇനി വാച്ച് കൊടുക്കല്ലേ? ഇത് തോറ്റവർക്ക് വാച്ചല്ല കൊടുക്കുന്നത്, പ്രത്യേക ബാച്ചുകളാ. SLC തോറ്റ പ്രത്യേക ബാച്ചുകൾ ആരംഭിക്കുന്നില്ല. അമ്മോ, വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടോ. ഇനിയിപ്പോ ഞാനൊക്കെ എന്താ, എനിക്ക് വല്ലാത്ത അടിയാ കിട്ടി. വല്ലാത്ത അടി. സ്വഭാവം നന്നില്ല, കിട്ടോടോ അടി. ഈ അടിയല്ല. ഇനിയിപ്പോ ഞാനിപ്പോ എന്ത് ജോലി എടുത്താ ജീവിക്കാൻ ഞാൻ ആലോചിക്കുന്നത്. 20 വർഷമായി ഞാൻ ഇത് തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നേരിടേണ്ടി വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അതെ. എന്റെ പൊന്നു വിനോദ മാഷേ, ഞാൻ പറയാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ പേരെങ്ങനെ മനസ്സിലായി? അല്ല, നിങ്ങൾ പാര കോളേജിലെ മാഷല്ലേ? അതെ. പാര കോളേജിലെ മാഷന്മാരുടെ പേര് അധികം വിനോദ് നയിക്കും. അതാ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒന്ന് കറക്കി കുത്തി പറഞ്ഞാണ്. അക്കട്ടെ, ടൈം എത്ര? ഇത് നടക്കുന്നില്ല, അതുകൊണ്ടാ. എന്താണ് ടൈം എത്രയും? ടൈമോ? 4:30. 4:30. 4:30. 4:30 അങ്ങ് പറഞ്ഞാ പോരെ നിങ്ങൾക്ക്? എന്നോട് എന്താ ചോദിച്ചത്? ടൈം എത്രയായിരുന്നു? ടൈം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്. എത്രയെന്ന് വെച്ചാൽ മലയാളം. ഞാൻ പറഞ്ഞു 4 ഇംഗ്ലീഷ് 30 മലയാളം. ഞാൻ പറഞ്ഞ എന്താ തെറ്റുണ്ടോ? മോനെ കളിക്കല്ലേ.
വയസ്സന്മാരോട് കളിക്കരുത് വയസ്സന്മാരോട് കളിക്കരുത്. മൂപ്പര് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പുലിയാണ് പണ്ട്. അപ്പൊ ഇപ്പുലിനാന്നോ പണ്ട് കുളിക്കട വന്ന് പിടിച്ചിട്ട് നാട്ടുകാർ നാട് കയറ്റി വെച്ച്? അത് പിന്നെ മുത്തങ്ങന്ന് പുലി നാട്ടിലേക്ക് ഇറങ്ങി നമ്മൾ പിടിച്ചിട്ട് മുത്തങ്ങ തന്നെ കൊണ്ടുവച്ച് നാട് കടത്തൂലേ? അത്ര തന്നെ അങ്ങനെ ആൺകൂട്ടിയാവായി. അല്ലടാ, ഇത് പറഞ്ഞപ്പോഴാണ് ഈ വയനാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുലികൾ എന്താണ് നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങണത്? ഇതൊരു സ്ഥിരമായിക്കണല്ലോ, എന്താ സംഭവം? അതെന്താ ഈ പുലിയൊക്കെ എങ്ങനെ ഇറങ്ങുന്നത്? മനുഷ്യന്മാര് വളം വെച്ച് കൊടുത്തിട്ടാ. വളം തന്നെയോ പുലി? അല്ലടോ, മനുഷ്യന്മാര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ്. പ്രോത്സാഹിപ്പിച്ചിട്ട്. അതായത് പുലി നാട്ടിലേക്ക് ഇറങ്ങും. അപ്പൊ മനുഷ്യന്മാരെന്ത് ചെയ്യും? കുറെ തീയൊക്കെ ഇട്ടിട്ട് ഈ തപ്പിനൊക്കെ കൊട്ടി നല്ല ഉത്സവം പോലെ കഴിച്ച് ഈ പുലിനെ ഒരു കൂട്ടിലാക്കൂ. ആ കൂട്ടിലാണ് ഒരു വലിയ ആടും ഉണ്ടാവും. അങ്ങനെ പുലി ആടിനൊക്കെ തിഞ്ഞ് നേരം വെളുത്ത് ജനങ്ങളൊക്കെ കൂടി ലോറി കയറ്റി പുലിനെ ടൂറിന് കൊണ്ടുപോകും പോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മുത്തങ്ങയെ കൊണ്ടുപോയിട്ട് പുലിനോട് പറയും കാട്ടിലേക്ക് ഓടുന്നത്. അങ്ങനെ കാട്ടിൽ പോകുന്ന പുലി മറ്റുള്ള പുലികളോട് പറയും ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര നന്ദിയുള്ള സാധനങ്ങളാന്ന് അറിയോ? എന്ന് വെച്ചാല് നമ്മളവിടെ ചെന്ന് ഉത്സാഹത്തോടെ നമ്മളെ സ്വീകരിക്കുന്നു, ആട്ടിന്റെ ഇറച്ചി തരുന്നു, വണ്ടി കയറ്റി കൊണ്ട് ചേർക്കുന്നത്. ഇത് കേൾക്കുന്ന ബാക്കിയുള്ള പുലികളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ പറ. ഐറ്റകള് പറയും നമുക്ക് അടുത്ത ട്രിപ്പ് നിമ്മക്കും പോവാന്ന്. എപ്പോഴാ പോണ്ടി എന്ന് ചോദിച്ചു. അതാണ് അങ്ങനെ കേട്ടാ. എന്താ നിങ്ങൾ പറഞ്ഞത്? നേരത്തെ വന്നേ അല്ല അല്ല മോനെ, ഇതിപ്പോ എന്ത് കാര്യത്തിനാണ് ഇവനെ ഈ തോളും കയറ്റി ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? അതിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ സംഭവം? നമ്മളെ മലാപ്പറമ്പ് ഹൈസ്കൂളില് നമ്മളെ സാമൂഹ്യ വിരുദ്ധർ ചേർന്നിട്ട് ആ ബിൽഡിംഗ് തടിച്ചുടച്ചില്ലായിരുന്നോ? അവനാണ്. അവനല്ല, അത് സ്വീകരണം കൊടുക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് തകർന്ന അവസ്ഥയില് അവിടെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞാല് മൊത്തം അവിടെ ബംഗാളികളായിരുന്നു. അപ്പൊ ഈ ചമ്മൻ ബൈ ആണ് അവിടെ നേതൃത്വം കൊടുത്തത്. അപ്പൊ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്താണ് അവിടെ SLC പരീക്ഷ നടക്കുകയും ചെയ്തത്. ഇന്നലെ റിസൾട്ട് വന്നപ്പോ ചമ്മൻ ബൈ വിജയിച്ചിരിക്കുകയാണ് SLC പരീക്ഷ. A+ ഫുള്ള് പണിക്ക് വന്നോന് ഫുള്ള് A+. ആഘോഷം അപ്പൊ നടന്നു പോയത്. അവിടെ മന്ത്രി വരെ വരുന്നുണ്ട് സ്വീകരണം കൊടുക്കാൻ വേണ്ടിട്ട്. ആണ്? ഏത് മന്ത്രി? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. പിന്നെ പോയി നോക്കാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ എന്റെ സ്വന്തം എപ്പിസോഡിൽ ഒരു ചെറിയ ബ്രേക്ക്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജ്ഞിയായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന SSLC മഹാറാണി എന്ന് പറയുന്ന ആ സ്ത്രീയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പരീക്ഷ പിന്നീട് SSLC പരീക്ഷ എന്നറിയപ്പെട്ടത്. സിനിമയോട് സ്നേഹമുള്ളവർ മാത്രമേ ഉള്ളൂ സിനിമ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്രയും സ്നേഹത്തോടെ വരുന്ന ആൾക്കാരാണ് സിനിമയിൽ വരുന്നത്. Welcome back to Luna's Comedy Super Night. എന്തോന്ന് അശ്വതി ഇത്? ഇത് എന്തോന്ന് ഡാൻസ്? ഒന്നുകിൽ താളം വേണം, ഇല്ലെങ്കിൽ കളിക്കുന്ന താങ്കൾക്ക് നാണം വേണം. ഇതൊന്നുമില്ലെങ്കിൽ ഇവിടുന്ന് പോണം. മിണ്ടാൻ പാടില്ല. ഇന്നിത് എന്റെ എപ്പിസോഡ്. എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്ന ആൾക്കാരാണ് നിങ്ങൾ. കൊട്ടുപിള്ളേരെ അപ്പൊ ഇന്നെന്തായാലും ഒരു സന്തോഷവേളയാണ്. അപ്പോൾ ഇവിടെ പബ്ലിക് സ്കൂളിന്റെ മുറ്റത്ത് ഒരു സമ്മേളനം കൂടാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ നേരെ വിളിച്ച് നമ്മുടെ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നാണ്. കാരണം ഇന്ന് എന്റെ എപ്പിസോഡാണല്ലോ. പറഞ്ഞു ചേട്ടാ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ,
ഈ ചമൽ സിംഗിന് നമ്മളൊരു സ്വീകരണം കൊടുക്കുകയാണല്ലോ നമ്മൾ നാട് ചമൽ ബായ്. ഇത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടായിരുന്നു സ്വീകരണം. ഈ സ്വീകരണത്തിന് മന്ത്രി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ നാട്ടുകാർ മൊത്തം പോയി. അത് മാത്രല്ല, നമ്മൾ സൗണ്ടിന്റെ ആള് വരെ പോയി മന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഫ്ലവേഴ്സിലെ അശ്വതി നമ്മളെ വിളിക്കുന്നത്. എൻ്റെ എപ്പിസോഡ് ഇവിടെ നടക്കുന്നുണ്ട്, എന്നാൽ ആ ചടങ്ങ് ഈ എപ്പിസോഡിൽ വെച്ച് നമുക്ക് ഈ ഫ്ലോറിൽ വെച്ച് നടത്തിക്കൂടെ എന്ന് ചോദിച്ച്. അതിലധികം സന്തോഷമുണ്ട്. എന്താ അല്ല, വേറൊരു കാര്യം ഞങ്ങൾ കൈയടിക്കുന്നതിന് മുമ്പ് ഈ അശ്വതി നിരന്തരം നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ തന്നെ വിളിക്കണമെന്ന് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞതാണ് നമ്മളോട്. എന്തായാലും അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്ക് അശ്വതിയെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ അറിയാലോ, ഇന്നിപ്പോ എന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആഘോഷ പരിപാടികളിൽ യാതൊരു മുടക്കവും വരാൻ പാടില്ല, ഒരു കുറവും വരാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവരവിടെ സമ്മേളനം കൂടുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കേരളത്തിന് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ബംഗാളി സഹോദരങ്ങൾക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു പുരസ്കാരം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മുടെ ചമൻ ഭായിക്ക് കിട്ടിയിരിക്കുന്ന 10 A+കൾ. കൈയടിക്കൂ. താങ്ക് യു. അപ്പോൾ ആ ചമൻ ഭായിക്കുള്ള ഒരു സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാ ആഭാസ മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ എത്തും. വന്നിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാണ്. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ. ഇങ്ങനെ ഒരു ചടങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് തികച്ച് വൃത്തിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞൂടെ? എന്താ അങ്ങനെ തെറ്റിച്ച് പറഞ്ഞേ? നമ്മളത് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. കുറച്ചു ദിവസമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ വിദ്യാഭ്യാസം എന്ന് വരുന്നുണ്ടോന്നൊരു സംശയം. കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്തോളാം. അല്ല, ഇവിടുത്തെ ഹെഡ്മാഷ് അല്ല, ഈ സ്കൂളിലൊരു കാര്യസ്ഥ ഉണ്ടാവുമല്ലോ. എവിടെ പോയി? മൂപ്പര് നിങ്ങൾ വരുമ്പോ പച്ച പാന്റ് ഇട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ പഞ്ചായത്തിലെവിടെയും പച്ച പാന്റ് കിട്ടാനില്ല. അതിനോണ്ട് ബ്ലൗസിന്റെ തുണി വാങ്ങിയിട്ട് അത് അടിക്കാൻ പോയിക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന പറഞ്ഞല്ലേ. ഹെഡ്മാഷ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പച്ച സാരി ഉടുത്തിട്ട് ഇവിടുത്തെ ടീച്ചർമാർ നമ്മളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ലേ, ഓരോട് പോയി. ഈ പച്ച സാരി ഉടുത്തിട്ട് ഒരുങ്ങി നിന്ന് പച്ച മുല്ലപ്പൂവൻ വേണ്ടിട്ട് എവിടെങ്കിലും കിട്ടുക പച്ച മുല്ലപ്പൂവ് കഞ്ഞിപ്പൊരലിന്റെ പണങ്ങി കുത്തിരിക്കുന്ന എല്ലാം കൂടിയോ? അല്ല, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് എടുത്താലോ? തണ്ണിമത്തന്റെ ജ്യൂസ് വേണ്ട, അത് ചോപ്പല്ലേ. നമുക്ക് പച്ച വെള്ളം മതി. ഇവിടുത്തെ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല. ഡെങ്കിപ്പനി പങ്കിച്ചമാറുള്ള സൂക്കട് മുഴുവൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതിന്റെ വെള്ളം മതിയടോ? സവരപ്പ്. അത് പച്ചക്കുപ്പിയിലല്ലേ, നമുക്ക് വലിയ കുഴപ്പമില്ല, അതാണ്ട് കുടിക്കുക, അതിന് വലിയ പ്രശ്നമില്ല. അല്ല, പിന്നെ വേറൊന്നുമില്ല, അല്ലാണ്ട് തുടങ്ങല്ലേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പച്ച മനുഷ്യനാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ SSC പരീക്ഷന്റെ റിസൾട്ട് പറയാടോ, പെണ്ണുങ്ങളെ പേരിങ്ങനെ വിളിച്ച് പറയല്ലേ. SSC പരീക്ഷന്റെ റിസൾട്ട് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ച് അതിൻ്റെ ഒരു ആവേശ തിമിർപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, വിദ്യാഭ്യാസം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണ് വിദ്യാഭ്യാസം? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വിദ്യ കൊണ്ടുള്ള ഒരഭ്യാസമാണ് വിദ്യാഭ്യാസം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ അതിന്റെ ഗുരുക്കളാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ആരാണോട് പോയിപ്പേനിന്റെ ഇടയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാണ്ടൊക്കെ. അപ്പൊ പ്രിയമുള്ളവരെ, എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുരോഗതികൾ നമ്മൾ കൊണ്ടുവരാണ്. ഈ SSLC പരീക്ഷന്റെ ആദ്യകാലത്തെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? പരീക്ഷയല്ല, മെട്രിക്കുലേഷൻ എക്സാം എന്നാണ് അന്ന് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട്
ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജ്ഞിയായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന SSLC മഹാറാണി എന്ന് പറയുന്ന ആ സ്ത്രീയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പരീക്ഷ പിന്നീട് SSLC പരീക്ഷ എന്നറിയപ്പെട്ടത്. അറിയോ? ഇതൊന്നും അറിയാണ്ടല്ല നമ്മൾ ഈ സ്ഥാനത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിലെ എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി സഹോദരങ്ങൾ മാത്രം ജയിച്ചാൽ പോരാ, ഈ ചമമ്പായിയെ പോലുള്ള മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുകൊണ്ടൊന്നും നമ്മൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളൊക്കെ ഇന്ന് തന്നെ നിങ്ങളെ വീട്ടിലേക്ക് ചെല്ലുക. നിങ്ങളെ വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ നിങ്ങളുടെ ഉപ്പ, ഉമ്മ, ഉപ്പൂപ്പ, മൂത്തുമ്മ, നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ വാർഡിലുള്ള, നിങ്ങളെ പഞ്ചായത്തിലുള്ള ആരെങ്കിലും ഇനി SSLC പരീക്ഷ പാസ്സാവാനുണ്ടെങ്കിൽ ഉടനെ ഒരു വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ എഴുതിയിട്ട് നമ്മൾ ഓഫീസിലെത്തിക്കുക. 2 ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരെയും പാസ്സാക്കി തരുന്ന കാര്യം നമ്മളേക്ക് യാതൊരു സംശയമില്ല. കാരണം ഇപ്പം ആണെങ്കിലും മാത്രമേ നമുക്കൊരെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇനി ജനങ്ങൾ നമ്മൾ ജയിപ്പിക്കണം എന്ന് ഉറപ്പില്ലല്ലോ. അപ്പൊ എന്തായാലും ആ കിട്ടിയ ചാൻസ് ഒഴിവാക്കണ്ട, പെട്ടെന്ന് തന്നെ എല്ലാവരും വന്നോളൂ. എന്താ എത്ര കാലമാണ് ഇതിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പോഴാണോ ഇതിനോട് പറയണത്? തിരക്കിനൊക്കെ വിട്ടുപോയതാണ്. എന്തായാലും ശരി, നേരം വൈകാലും വലിയ കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് വാ. ഇപ്പൊ പ്രഖ്യാപിച്ച റിസൾട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് റദ്ദാക്കുക. എന്നിട്ട് ആ മാഷ വിളിച്ചിട്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറയും. നാളെ ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് മറ്റന്നാൾ റിസൾട്ട് നമുക്കൊന്നും കൂടി അങ്ങോട്ട് പ്രഖ്യാപിക്കാം. ഈ SSLC പരീക്ഷ പാസ്സാവാത്തെന്നുള്ള ചീത്തപ്പേരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് നമ്മളും കുറെ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്. വാ, ഇനി പരീക്ഷ എഴുതിയിട്ട് ബാക്കി കാര്യം. എന്റെ പൊന്നു മന്ത്രി, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് നൽകേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ല, നല്ല വിദ്യാഭ്യാസ. അപ്പൊ ചിന്ത, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സുരാജേട്ടനെ ഇവിടെ വരുത്താതെ തന്നെ അശ്വതി തകർത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമായി, കുറെ ചിരിക്കാൻ പറ്റി. അത് തന്നെ വലിയ കാര്യമല്ലേ. നമ്മളെല്ലാരും ചിരിക്കാൻ പറ്റുന്ന ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ പറയാ, സുരാജേട്ടനെ കാണാൻ പറ്റി കുറെ നാൾക്ക് ശേഷം. എന്നുവെച്ചാൽ ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൈന ടൗൺ ചെയ്യുന്ന സമയത്ത് സുരാജേട്ടൻ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് മുതലേ സുരാജേട്ടനെ അറിയാം. അപ്പം അല്ല, അപ്പോഴത്തെ എന്ത് കഥ ഉണ്ടെങ്കിലും ഇപ്പൊ വേണമെങ്കിൽ പറയാം. ഇപ്പഴാണ് തിരിച്ചൊന്നും പറയില്ല. അപ്പൊ എങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഡെബ്യൂ മൂവി ആസ് എ ഡയറക്ടർ നമുക്ക് പ്രതീക്ഷിക്കാം? ഇപ്പൊ എന്തായാലും പ്രതീക്ഷിക്കേണ്ട. ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ലേ, എന്തെങ്കിലും പ്രതീക്ഷിക്കാം? സിനിമയോട് സ്നേഹമുള്ളവര് മാത്രമേ ഉള്ളൂ സിനിമ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്രയും സ്നേഹത്തോടെ വരുന്ന ആൾക്കാരാണ് സിനിമയിൽ വരുന്നത്. വെറുതെ ഒരു ജോലിക്കായിട്ട് ആരും സിനിമയിൽ വരാറില്ല. ഭയങ്കര ഓരോ സെക്കൻഡ് നമ്മൾ എൻജോയ് ചെയ്യുന്നവരാണ്. അതെ അതെ, ശരിക്കും. അപ്പോ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? എന്റെ ഇപ്പം റിലീസ് ആവാൻ പോകുന്നത് ചിറകുടിഞ്ഞ കിനാവുകൾ. ആ കിനാവുകൾക്ക് ചിറക് വെക്കട്ടെ. അപ്പോ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ പേരിലും പിന്നെ ഇവിടെ മിണ്ടാതിരിക്കുന്ന ചിലരുടെ പേരിലും ഒക്കെ നമ്മൾ നന്ദി അറിയിക്കുകയാണ് ശൃന്ദ ഇവിടെ എത്തിയതിന്. അതാരുടെ പേരില്ല, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതോടുകൂടി ഞങ്ങൾ ഈ വഴക്ക് അവസാനിപ്പിക്കാനാട്ടോ. അപ്പൊ താങ്ക് യു സുരാജ് ഏട്ടാ, താങ്ക് യു എവ്രി വൺ, താങ്ക് യു ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങോട്ട് വിളിച്ചതിന്, കുറെ ചിരിപ്പിച്ചതിന്. താങ്ക് യു അശ്വതി, താങ്ക് യു വിധു ഏട്ടാ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ എന്റെ സ്വന്തം എപ്പിസോഡിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്താ എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്ത്?
അല്ല എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തല്ലേ. ചേട്ടൻ പിണങ്ങി പോയിട്ടല്ലേ? അല്ല പോയാലും അന്നത്തെ ഒരാവശ്യത്തിന് പോയതാ. തിരിച്ചു വിളിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. വരൂന്ന് ഞാനും പ്രതീക്ഷിച്ചു. വിളിച്ചില്ലല്ലോ. വന്നില്ലല്ലോ. വിളിക്കായിരുന്നു. വരായിരുന്നു. എന്തായാലും ഇപ്പൊ വന്നല്ലോ, സന്തോഷായി. എന്തായാലും ഒരുപാട് സന്തോഷായി. എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ്? എങ്ങനെയുണ്ടായിരുന്നു അത് പറയൂ. മുഖസ്തുതി പറയാന്ന് കരുതരുത്. അശ്വതി ഗംഭീരമായിട്ട് എപ്പിസോഡ് ഹാൻഡിൽ ചെയ്തു. അടിപൊളിയായിരുന്നു. എന്റെ ഒരു കുറവേ ഉണ്ടായിട്ടില്ല. പക്ഷെ ചേട്ടന്റെ കുറവ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനി പോകണ്ട കേട്ടോ, കോംപ്രമൈസ്. ഓക്കെ, ഇനി നമ്മൾ പിണങ്ങുന്നില്ല. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലൂടെ. ഗുഡ് നൈറ്റ്.